സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, ഇന്ന് പല വിധത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് കർത്താവെ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, നിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പലവിധ രോഗത്താൽ ഭാരപ്പെടുന്ന പല കുടുംബങ്ങളെയും കർത്താവെ നിൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കുന്നു. നാഥ കർത്താവെ, അവരെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ രോഗത്തെ കർത്താവെ സൗഖ്യമാക്കുവാൻ കർത്താവെ അങ്ങ് മതിയായവനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഇന്നിനോടുകൂടെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കർത്താവെ പല രോഗത്താൽ ചെറുതു മുതൽ കർത്താവെ ഒരുപാട് വലിയ വലിയ റിപ്പോർട്ടുകൾ ഉള്ള രോഗങ്ങളായിക്കോട്ടെ കർത്താവെ അങ്ങേക്ക് സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കുമല്ലോ. കർത്താവെ, അന്ധന് കാഴ്ച നൽകിയെങ്കിൽ, ചെകിടന് കേൾവി ശക്തി നൽകിയെങ്കിൽ കർത്താവെ, ഇന്ന് ഏത് രോഗത്താലാണോ ഭാരപ്പെടുന്നത് ആ രോഗത്തിൻ്റെ മേൽ അങ്ങയുടെ സൗഖ്യമിറങ്ങണമേ. കർത്താവെ, കാൽവരിയിൽ അങ്ങ് ക്രൂശിൽ മരിച്ചപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗത്തിന് വേണ്ടിയിട്ടും കൂടി അങ്ങ് മരിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, കാൽവരി ക്രൂശിൽ അങ്ങ് ചിന്തിയ രക്തത്തിൽ നിന്നും കർത്താവെ ഞങ്ങളുടെ രോഗം ഇപ്പോൾ സൗഖ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്ര വലിയ രോഗങ്ങളായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, പല വിധത്തിലുള്ള രോഗങ്ങളായിക്കോട്ടെ, പക്ഷേ കർത്താവെ അങ്ങ് സൗഖ്യമാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഒരുപക്ഷെ ഡോക്ടർമാർ പല തരത്തിൽ വിപരീതമായിട്ട് വിധി എഴുതിയിട്ടുണ്ടാവാം, നിങ്ങൾക്ക് അധികം നാൾ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട്സുകളെല്ലാം അത്തരത്തിലുള്ളതായിരിക്കാം. പക്ഷേ ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്യും. അത്ഭുതം ചെയ്യാൻ അവിടത്തേക്ക് സാധിക്കും. നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. കർത്താവെ, അങ്ങയുടെ സൗഖ്യം അവരുടെ മേൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, അവർ ഭാരപ്പെടുന്ന പല പ്രയാസങ്ങളുണ്ടാവാം, രോഗാവസ്ഥയിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ കർത്താവെ അങ്ങ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുക. അവരുടെ ഉള്ളിലെ വേദനകളെ കർത്താവ് അങ്ങ് എടുത്ത് മാറ്റണമേ. കർത്താവെ, നിൻ്റെ വിശ്വാസം അവരുടെ മേലെ ഇറക്കണമേ. കർത്താവെ, നിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഇന്നങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല നാഥ, കർത്താവ് അങ്ങ് അനുഗ്രഹിച്ച രോഗത്തെ എടുത്തു മാറ്റിയതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് സൗഖ്യം കിട്ടി എന്ന് നിങ്ങൾ വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർത്താവ് സൗഖ്യം തരും. നിങ്ങൾക്ക് സൗഖ്യം തന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം കർത്താവ് ചെയ്യുന്ന ഓരോ നന്മയ്ക്കും നന്ദി പറയാതെ പോവരുത്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നന്ദി എഴുതിയിടുമ്പോൾ മറ്റുള്ളവർക്ക് അത് കണ്ട് അവരുടെ വിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾക്ക് സൗഖ്യം കിട്ടി എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.